നമുക്ക് പാക്കേജിങ് സെഗ്മെന്റും കൂടെ ഒന്ന് നോക്കാം. അതിലേക്ക് വരുമ്പോൾ ഇനി നമുക്ക് കുറേ മെഷീനറികളുണ്ട്. ഓക്കെ, നമുക്ക് ഈ പാക്കിംഗ് മെഷീനിലേക്ക് വരുമ്പം ഇത് നമ്മൾ ചിത്രത്തിൽ കാണുന്നത് വാക്വം പ്ലസ് നൈട്രജൻ ഫ്ലഷ് ചെയ്യുന്ന മെഷീനാണ്. അതായത് ഈ ഷെൽഫ് ലൈഫിന് വേണ്ടി പലപ്പോഴും നമുക്ക് പല പ്രൊഡക്റ്റിനെയും അതിന്റെ അന്തരീക്ഷവായു അതിൽ നിന്ന് നീക്കി കളയണം. അപ്പൊ അതിന് വാക്വം ചെയ്യണം, അതിന് നൈട്രജൻ ഫ്ലഷ് ചെയ്യാൻ വേണം. അതിനുശേഷം അതിനെ അന്തരീക്ഷവായു അല്ലാതെ അതിനകത്ത് അതിന്റെ ക്രിപ്സിനെസ്സും അതിന്റെ ഷെൽഫ് ലൈഫും ഒക്കെ നിലനിർത്തുന്നതിന് നൈട്രജൻ ഫ്ലഷ് ചെയ്യാൻ വേണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ന്യൂമാറ്റിക് മെഷീനാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. ഇത് ആദ്യം വാക്വം ചെയ്യും, പിന്നീട് നൈട്രജൻ ഫ്ലഷ് ചെയ്യും. അതിന്റെ ഒരു വീഡിയോ നമുക്ക് കാണാം. നമ്മൾ വാക്വം ഇതിന് അഡീഷണൽ വേണ്ടി വരുന്നത് നമുക്കൊരു കംപ്രസർ വേണം, അതുപോലെ തന്നെ ഒരു നൈട്രജൻ സിലിണ്ടറും കൂടെ വേണം. ഈ രണ്ട് സാധനങ്ങളും കൂടെ ഉണ്ടെങ്കിൽ ഈ പാക്കിംഗ് മെഷീൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് കുറച്ചുകൂടെ ഒരു ലോങ് ടൈമിലേക്ക് പോകേണ്ട ഉൽപ്പന്നങ്ങൾക്ക് അതിന് പ്രിഫർ ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട്. ഇപ്പം ഞങ്ങൾ കോക്കനട്ട് ചിപ്സ് ഒക്കെ ചെയ്യുന്നത് ആ തരത്തിൽ വാക്വം ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ആവശ്യമുള്ള അത്തരത്തിലുള്ള പാക്കിങ്ങുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ചിലതിന് വാക്വം മാത്രം ചെയ്താൽ മതിയാവും, ചിലതിന് നൈട്രജൻ അടക്കമുള്ള ഏതെങ്കിലും മറ്റ് വാതകങ്ങൾ നമ്മൾ ഫ്ലഷ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് നമുക്ക് ഉൽപ്പന്നത്തിനനുസരിച്ചിട്ട് തീരുമാനിക്കാം. എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമോ? വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഇത് നമ്മുടെ വെർജിൻ ഓയിൽ പാക്ക് ചെയ്യുന്ന ബോട്ടിലിന് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? വെർജിൻ ഓയിൽ പാക്ക് ചെയ്യുന്നതിന് എന്തിനാ വാക്വം ചെയ്യണേ? അതിന്റെ ആവശ്യമില്ലല്ലോ. ഇല്ല. വെർജിൻ ഓയിൽ അത് അതിനകത്ത് നിന്ന് ഇപ്പൊ നന്നായിട്ട് നിറച്ച് പാക്ക് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു ഇൻഡക്ഷൻ സീൽ വേണമെങ്കിൽ അതിന്റെ മുകളിൽ ചെയ്യാം. ഈ നമ്മൾ ഈ ജാമിന്റെ മുകളിൽ ചില ഓയിലുകളൊക്കെ മേടിക്കുമ്പോൾ അതിന്റെ മുകളിൽ അതിന്റെ ഇങ്ങനെ അടപ്പിന്റെ അകത്തൊരു സീലിംഗ് കണ്ടിട്ടില്ലേ? അതെ. വേണമെങ്കിൽ അത് ചെയ്താൽ മതി. ഓക്കെ സാർ. ഡീഹൈഡ്രേറ്റഡ് ഫുഡ് ഉണ്ടല്ലോ, അത് വാക്വം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഡിപ്പെൻസ് ഓൺ ഷെൽഫ് ലൈഫ്. നമുക്ക് ഇപ്പൊ 1 year ഒക്കെ ഇരിക്കണമെങ്കിൽ നമുക്ക് വാക്വം ചെയ്ത് വേറൊരു ഇത് ഫ്ലഷ് ചെയ്താലേ അത്രയും അതിൽ നൈട്രജൻ ഫില്ലിംഗ് ആവശ്യമുണ്ട്. ചിലതിന് ആവശ്യമുണ്ട് ഉണ്ടാവല്ലേ? അവിടെ വന്നാൽ കിട്ടുമല്ലോ അല്ലേ? ഉണ്ട്. നമ്മുടെ സെൻട്രൽ മെഷീൻ ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇവിടെ അത് ഉപയോഗപ്പെടുത്തുന്നതാണ്. ഓക്കെ സർ. നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് വാക്വം ഫ്രയർ ആണെങ്കിലും നമുക്ക് ഇത് ലോങ് ഷെൽഫിനും ക്രിസ്പിനെസ്സിനും വേണ്ടി വരും അല്ലേ? വേണ്ടി വരും. ഇത് ചെറിയ മെഷീനാണ്. ഇതിന്റെ വലിയ മെഷീൻസ് ഉണ്ട്. നിങ്ങൾ ഫോം ആൻഡ് ഫിൽഡ് എന്നൊക്കെ പറഞ്ഞാൽ 8 ലക്ഷം രൂപ 14 ലക്ഷം രൂപയൊക്കെ വരുന്ന ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീൻസ് ഉണ്ട്. ഇപ്പൊ ലെയ്സ്, ബിങ്കോ ഒക്കെ ഇങ്ങനെ മാല പോലെ പാക്ക് ചെയ്ത് വരുന്ന കണ്ടിട്ടില്ലേ? അത് ഫോം ആൻഡ് ഫിൽഡ് മെഷീൻ എന്ന് പറയാം. അത് കുറച്ചുകൂടെ വലിയ സെഗ്മെന്റാണ്. ഞാനത് ചെറിയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള മെഷീൻ ആയതുകൊണ്ട് ഇതേ അതിനകത്ത് ഉൾപ്പെടുത്തി. ഇതിന് എത്ര കോസ്റ്റ് വരും? ഇതിന് 42,000 രൂപ. അതിന്റെ ഫംഗ്ഷൻ ഒന്ന് കാണുവാണെങ്കിൽ നമുക്ക് എത്ര സമയം എടുക്കും ഒരു പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്? അല്ല, ഇത് 1 മിനിറ്റിൽ നമുക്ക് 16 മുതൽ 20 കവർ വരെ പാക്ക് ചെയ്യാം. 1 മിനിറ്റിൽ. വെരി ഗുഡ്. കാരണം നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണിത്. നമ്മൾ ഈ ചിപ്സ് കൊണ്ടുപോയി പ്രത്യേകിച്ചും തണുപ്പ് മഴക്കാലങ്ങളിലെല്ലാം പെട്ടെന്ന് അതിന് ക്രിസ്പിനെസ് പോവും, ടേസ്റ്റ് മാറും, നമുക്ക് കോമ്പീറ്റ് ചെയ്യാനും പറ്റുന്നില്ല. എന്ത് ചിപ്സാ ചെയ്യുന്നേ? ബനാന ചിപ്സാ? ബനാന ചിപ്സ് ഉണ്ട്, ജാക്ക് ഫ്രൂട്ട് ചിപ്സ് ഉണ്ട്. അതിൽ 2 കാര്യമുണ്ട്. ഒന്ന് നമ്മുടെ പാക്കിംഗ് മെറ്റീരിയൽ നോക്കണം. ഇത് വാക്വം ചെയ്തുകൊണ്ട് മാത്രമായില്ല, പാക്കിംഗ് മെറ്റീരിയൽ ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോ ചെയ്യുന്നത് 2 ടൈപ്പ് സീലിംഗ്. ഒന്ന് എയർ ടൈറ്റ്, അതിന്റെ മുകളിൽ തന്നെ എയർ ടൈറ്റ് സീലിംഗ് വരുന്നുണ്ട്. പിന്നെ അതിന്റെ മുകളിൽ നമ്മൾ മറ്റേ മിക്സിയും വെച്ചിട്ടുള്ള സീലിംഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അല്ല, ഞാൻ സീലിംഗ് മാത്രമല്ല പറഞ്ഞത്. അതായത് പല പ്ലാസ്റ്റിക്കിന് ഈ നമ്മൾ ഉപയോഗിക്കുന്ന കവർ ഉണ്ടല്ലോ, പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ കവർ പലപ്പോഴും ഏത് മെറ്റീരിയലാണെന്ന് നോക്കണം. അപ്പൊ അതിനകത്ത് നമുക്ക് ചില മെറ്റീരിയലിന് ബ്രീത്തിങ് ഉണ്ട്. ആ ബ്രീത്തിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വാക്വം ചെയ്താലും പിന്നെ ഇത് തണുത്തു. അപ്പൊ ആ മെറ്റീരിയൽ നമ്മൾ കറക്റ്റ് ചെയ്യണം. അതിനുശേഷം വേണം നമുക്ക് ഇത്തരത്തിൽ വാക്വം ആയിട്ട് ഫ്ലഷിങ്ങോ പോകാനായിട്ട്. നമുക്ക് നോക്കാം കേട്ടോ.
ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ അല്ലെ? ക്ലിയർ ആയിട്ടുണ്ട്. നൈട്രജൻ ഫില്ലിങ്ങും സീലിങ്ങും ആദ്യമേ ഇത് വാക്യൂം ചെയ്യും. ആദ്യം വാക്യൂം ചെയ്യുമ്പോൾ ഇതിങ്ങനെ വളരെ അങ്ങോട്ട് ഒട്ടി വരും, അതിനകത്തുള്ള മുഴുവൻ എയറും എടുത്ത് കളയും. അതിനുശേഷം അതിനകത്തേക്ക് നൈട്രജൻ ഫ്ലഷ് ചെയ്യും. സെക്കൻഡ് ആണ് നൈട്രജൻ ഫ്ലഷ് ചെയ്യുന്നത്. നൈട്രജൻ ഫ്ലഷ് ചെയ്യുന്നപ്പം ഇത് സീൽ ചെയ്യുകയും കൂടെ ചെയ്യും. ഈ മെഷീന് 42,000 രൂപയാണോ പറയുന്നത്? ഏതാ ഈ മെഷീന് 42,000 രൂപയാണോ സാർ പറയുന്നത്? ഇതിനകത്ത് അതായത് നമുക്ക് ഇത്തരം മെഷീൻസ് വരുന്നത് ചൈനയിൽ നിന്ന് വരുന്ന മെഷീൻ ഉണ്ട്. ചൈനയിൽ നിന്ന് വരുന്ന മെഷീൻ ആകുമ്പോഴത്തേക്ക് ഒരു 38 രൂപയ്ക്ക് കിട്ടും. നമ്മുടെ നാട്ടിലുണ്ടാക്കുന്നത് 42,000 രൂപ.